എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. രണ്ട് രൂപത്തിലാണ് ഞാനത് ചെയ്യേണ്ടത്. ഒന്ന്, രചനയുടെ പ്രസാധകൻ എന്ന നിലയിലും ഇന്നിവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എന്ന നിലയിലും. അതിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല. സമയക്ലിപ്തത പാലിക്കേണ്ടതുള്ളത് സംഘാടകരുടെ മാത്രമല്ല നമ്മുടെയും കൂടി ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഔപചാരികമായി സ്വാഗതം പ്രസാധകരെന്ന നിലയിൽ നടത്തുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് ശ്രീ ഡോക്ടർ എം ആർ തമ്പാനാണ്. നമ്മളിവിടെ പാലിക്കുന്ന അത്രയും സമയക്ലിപ്തത മറ്റു പല സ്ഥലങ്ങളിലും പാലിക്കാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദബോസ് കൂടി പങ്കെടുക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ഒരു പുസ്തക പ്രകാശനത്തിന് 4 മണിയായിരുന്നു ആ എം ആർ തമ്പാനെ അത് സ്വീകരിക്കാനായിട്ട് പറഞ്ഞിരുന്നതെങ്കിലും അത് അങ്ങോട്ട് നീണ്ടുപോകുന്നത് കൊണ്ട് ശ്രീ എം ആർ തമ്പാൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തും എന്ന് എന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ കെ കൃഷ്ണകുമാർ ആണ്. ഞാനിവരെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തുടർന്ന് പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും വളരെ കുറച്ച് വാക്കുകൾ പറയുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസും പ്രൊഫസർ എം ചന്ദ്രബാബുവുമാണ്. ശ്രീ എം ആർ തമ്പാൻ ഏത് നിമിഷവും വരുമെന്ന് ഇപ്പോഴും എന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും രചനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പുസ്തകം ശ്രീ വള്ളിക്കാവ് മോഹൻദാസിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, പല കാരണങ്ങളാൽ പുസ്തകം ഏറ്റുവാങ്ങാനിരുന്ന ഞാൻ പ്രകാശിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്തും ചെയ്യാൻ ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. മന്ത്രി മുനീറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വലിയ സന്തോഷം. പിന്നെ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഭാസ്കരനാണ്. അതിൻ്റെ സന്തോഷം പ്രത്യേകം. ഇത് വായിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു അത്ഭുതമുണ്ട്. കാരണം ഭാസ്കരനും ഞാനും എൻജിനീയർമാരാണ്. ഭാസ്കരൻ ഇലക്ട്രിക്കൽ എൻജിനീയറാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷെ അത് മാത്രമല്ല വേറെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഭാസ്കരൻ അവസാനം സാഹിത്യത്തിലൊരു MA ബിരുദം എടുത്തു. ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാഹിത്യത്തിന് MA ബിരുദം എടുത്തുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ് സാഹിത്യം, കേരളീയം, മാനവീയം. പക്ഷെ വളരെ ലഘുവായി എഴുതിയ പ്രബന്ധങ്ങളല്ല, വളരെ ഗഹനമായ ഒത്തിരി വൈവിധ്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രബന്ധ സമാഹാരമാണ് ഇത്. ഇന്നലെയും മിനിയാന്നുമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് മലയാളത്തിലെ പ്രബന്ധ സാഹിത്യത്തിൻ്റെ പല മുഖങ്ങളെ ഓർമ്മ വന്നു. ഞാൻ അടുത്ത കാലത്ത് മലയാളത്തിലെ പ്രബന്ധ സാഹിത്യം ഒന്നിങ്ങനെ ഓടിച്ചു വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കെ ഭാസ്കരൻ നായരാണെങ്കിലും NV കൃഷ്ണവാര്യരാണെങ്കിലും കേസരി ആണെങ്കിലും അത് കഴിഞ്ഞ് PT ഭാസ്കര പണിക്കരാണെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും അവർ പഠിച്ചിട്ടോ വൈദഗ്ധ്യം നേടിയിട്ടുള്ളതെങ്കിൽ പോലും അനവധി വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്ന നമ്മുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയങ്ങളെ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആകാശ സഞ്ചാരത്തെക്കുറിച്ച് കെ ഭാസ്കരൻ നായർ എഴുതിയ ഒരു ലേഖനം വായിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണെങ്കിൽ പോലും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു ഒന്നാന്തരം ലേഖനമായിരുന്നു. ആ തരത്തിലൊരു ഓർമ്മ പുതുക്കൽ ഈ പ്രബന്ധം സമാഹാരം നടത്തുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ലേഖനങ്ങൾ നമുക്ക് കുറവാണ്. നമ്മുടെ മാസികകളിലാണെങ്കിലും പുസ്തകങ്ങളുടെ രൂപത്തിലാണെങ്കിലും മികച്ച പ്രബന്ധങ്ങളുടെ സമാഹാരങ്ങൾ വളരെ കുറച്ചേ അടുത്ത കാലത്ത് വരും. അത്തരത്തിലുള്ളൊരു കുറവ് നികത്തുന്നതിന് ഏറെ സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. തമിഴ് സാഹിത്യത്തിൻ്റെ, പ്രാചീന തമിഴ് സാഹിത്യത്തിലെ തിണസിദ്ധാന്തം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖല വരെ, മാധ്യമങ്ങളുടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ തുടങ്ങി അനവധി അതിൻ്റെ ഇടയ്ക്ക് തകഴിയുടെ രണ്ടിടങ്ങഴിയുടെ സാമൂഹ്യ വശത്തെക്കുറിച്ച് പരിശോധിക്കുന്ന ലേഖനം, ശങ്കരപ്പിള്ളിയുടെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന കവിതയെ അപഗ്രഥിക്കുന്ന ഒരു ലേഖനം, തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന, നമ്മുടെ മനസ്സിൽ വന്ന് പതിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ മേഖലകളെ ഭാസ്കരൻ വളരെ ഗഹനമായി പരിശോധിക്കുന്ന ഒരു
പ്രബന്ധ സാഹിത്യ ഗ്രന്ഥമാണിത്. വളരെ സന്തോഷത്തോടു കൂടിയാണിത് പ്രസാദനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് സഹായകമായ, അതേപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു ആമുഖമായി വർത്തിക്കുന്ന ഒരു മികച്ച ഗ്രന്ഥമാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അനുഗ്രഹത്തോടു കൂടി. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. സാഹിതീയം കേരളീയം മാനവീയം എന്ന തലക്കെട്ടിൽ ശ്രീ കെ ഭാസ്കരൻ രചിച്ച ഈ ഗ്രന്ഥം രണ്ടു തരത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. ഒന്ന്, പൊതുവായനാ സമൂഹത്തിന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായി അറിയുന്നതിന് ഈ ഗ്രന്ഥം സഹായകമാകും. രണ്ടാമത്തേത്, കേരളത്തിലെ സർവകലാശാലകളിൽ MA ബിരുദത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പാഠ്യവിഷയങ്ങളിൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുവാൻ ഈ പ്രബന്ധങ്ങൾ സഹായകമായി തീരും. മാത്രവുമല്ല, അദ്ദേഹം ഈ പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ ഓരോ പ്രബന്ധം രചിക്കുന്നതിന് വേണ്ടി ആശ്രയിച്ചിട്ടുള്ള സഹായ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അതാത് പ്രബന്ധങ്ങളുടെ അവസാനം നമ്മൾ റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ ബിബ്ലിയോഗ്രഫി ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ ഫുട് നോട്ട്സ് ചെയ്യുന്നത് പോലെയും അദ്ദേഹം അത്തരത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കുന്ന കുട്ടികൾക്ക് അധിക വായനയ്ക്ക് ഏതൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടത് എന്ന് അദ്ദേഹം ഈ ഓരോ പ്രബന്ധത്തിൻ്റെയും അവസാനം അത് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സൈറ്റേഷൻ നടത്തിയിട്ടുള്ള ഒരു പ്രബന്ധ രചനാ രീതി തന്നെയാണ്, ശാസ്ത്രീയമായ രീതി തന്നെയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിശ്ചയമായിട്ടും പൊതുവായനാ സമൂഹത്തിനും ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. സാഹിത്യത്തെക്കുറിച്ചും കേരളീയ സമൂഹത്തെക്കുറിച്ചും ആഴത്തിൽ അറിയുന്നതിന് ഈ ഗ്രന്ഥം സഹായകമാകുന്നു. മാത്രമല്ല, ഇതിൻ്റെ തലക്കെട്ടുകൾ നേരത്തെ കൃഷ്ണകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് 3 വിഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് സാഹിതീയം, മറ്റൊന്ന് കേരളീയം, മറ്റൊന്ന് മാനവീയം എന്ന തരത്തിൽ 3ആയി വിഭജിച്ചിരിക്കുന്നു. അതിൽ തന്നെ പ്രത്യേകമായും സാഹിതീയം എന്നതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാഹിത്യരംഗത്ത് നാഴികക്കല്ലുകളായി തീർന്ന വസ്തുതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അതിനൊരു ശാസ്ത്രീയതയുണ്ട്, അതിൻ്റെ ഒരു സമീപനത്തിൽ പ്രത്യേകതയുമുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ സംഘകാലഘട്ടത്തിലെ തിണാസമ്പ്രദായത്തിൽ നിന്നും ആരംഭിച്ച് ഏറ്റവും നവീന സാഹിത്യ കാവ്യ രംഗത്തെ ഈ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കൃതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നു, ആ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട സാഹിത്യ പ്രവണതകളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും വളരെ ബോധപൂർവമാണ് അദ്ദേഹം ഓരോന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക് സഹായകമാകുന്ന തരത്തിൽ കൂടിയാണ് ഇതിൻ്റെ രചനാ രീതി എന്ന് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നിർവാഹക സമിതി അംഗം എന്ന തലത്തിൽ കേരളം അങ്ങോളം ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ കെ ഭാസ്കരൻ. ഒപ്പം തന്നെ അദ്ദേഹം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് KPSCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു നാടകകാരനാണ്. KPSC തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത താപനിലയം എന്ന നാടകം രചിച്ചയാളാണ് ശ്രീ കെ ഭാസ്കരൻ. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ്. ഒരു കലാകാരൻ തരത്തിൽ, പൊതുപ്രവർത്തന തലത്തിൽ, രാഷ്ട്രീയ പ്രവർത്തന തലത്തിൽ. അതുകൊണ്ടായിരുന്നു അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു ഇടയ്ക്കൊരു 5 വർഷക്കാലം. അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ജനങ്ങൾക്കിടയിൽ നിൽക്കുകയും ചെയ്ത ഒരു കലാകാരനും ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെയാണ് ശ്രീ കെ ഭാസ്കരൻ. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങൾക്കെല്ലാം വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. സാധാരണ മനുഷ്യൻ്റെ മനസ്സറിയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിന് പുരോഗമന സ്വഭാവം ഈ കൃതികൾ, ഈ ലേഖനങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഒന്ന്, ഈ കേരളീയം എന്ന വിഭാഗത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ അച്ചടി മാധ്യമങ്ങളെക്കുറിച്ചും മിഷണറിമാരുടെ സംഭാവനയെക്കുറിച്ചും ഗുണ്ടറ്റിനെക്കുറിച്ചും ഗൗരവമായി പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നൊരു കാര്യമാണ് ഹെർമൻ ഗുണ്ടറ്റിൻ്റെ സംഭാവനകളെക്കുറിച്ച്. മലയാള ഭാഷയെക്കുറിച്ച് പറയും, എഴുത്തച്ഛനെക്കുറിച്ച് പറയും, എല്ലാം പറയും. പക്ഷേ മലയാള ഭാഷയ്ക്ക് ഒരു ഗദ്യഭാഷ സമ്പ്രദായം ഉണ്ടാക്കുകയും മലയാള ഭാഷയിൽ ഗൗരവതരമായ ഇടപെടൽ നടത്തുകയും നമ്മുടെ പഴഞ്ചൊല്ലുകൾ മുഴുവൻ ശേഖരിക്കുകയും ഡിക്ഷണറി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളെ നമ്മൾ പൂർണ്ണമായും വിസ്മരിക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ഹെർമൻ ഗുണ്ടറ്റിനെക്കുറിച്ചും പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു എന്നത് നവീന സാഹിത്യ സാംസ്കാരിക ഇടപെടലിൻ്റെ ഒരു സാംസ്കാരിക പഠനം മേഖലയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണത്. അത്തരത്തിൽ സാംസ്കാരിക പഠനം എന്ന തരത്തിലേക്ക് ഈ പ്രബന്ധങ്ങൾ പലതും മാറുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
പിന്നീട് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മാനവീയം എന്ന ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ക്ലാസിക്കൽ മാർക്സത്തെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല മാർക്സിന് ശേഷമുള്ള ലോക സാഹിത്യത്തിലും ലോകത്തിലെ ചിന്താധാരയിലും നവമാർക്സിസം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചും അദ്ദേഹം ഗ്രാംഷിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പഠിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെക്കുറിച്ചൊക്കെയുള്ള ഗംഭീരമായൊരു പ്രബന്ധം ഇതിലുണ്ട് എന്ന കാര്യവും ഞാൻ എടുത്തു പറഞ്ഞു കൊള്ളട്ടെ. അതൊക്കെ അപൂർവമാണ്. മലയാളത്തിൽ അധികമൊന്നും പഠനങ്ങൾ വന്നിട്ടില്ലാത്ത മേഖലയാണത്. അതിലും അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്നു. അവസാനം നേരത്തെ കൃഷ്ണകുമാർ സാർ പറഞ്ഞ പോലെ AI-യിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് അദ്ദേഹം വന്നു നിൽക്കുന്നത്. ഏറ്റവും നവീനമായ ശാസ്ത്രരംഗത്തുണ്ടായിരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ കണ്ടെത്തൽ, അതിൻ്റെ ഗുണത്തെക്കുറിച്ചും അതിൻ്റെ ദോഷത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്ന കാര്യവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ സംഘകാലഘട്ടത്തിൽ തുടങ്ങി ഈ നമ്മുടെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലെ AI-യിലേക്ക് എത്തി നിൽക്കുന്ന സമഗ്രമായൊരു സമീപനമാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ നടത്തിയിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഇത് വലിയ സന്തോഷം നൽകുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ അസൂയ തോന്നുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിരുന്ന ആൾ അതിൽ നിന്നെല്ലാം മാറി മലയാള ഭാഷ പഠിക്കുകയും മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയും അതിനോടൊപ്പം തന്നെ തന്നോടൊപ്പം ചേർന്നിരിക്കുന്ന പുതിയ പഠിതാക്കൾക്കും വരാനിരിക്കുന്ന പഠിതാക്കൾക്കും എങ്ങനെയാണ് തൻ്റെ പഠനം സഹായകമാകുന്നത് എന്ന് ഗൗരവമായിട്ട് ആലോചിക്കുകയും അതിനനുസൃതമായി ഒരു ഗ്രന്ഥം രചിക്കുകയും മലയാള ഭാഷയ്ക്ക് സംഭാവന നൽകുകയും ചെയ്ത കെ ഭാസ്കരൻ എന്ന എൻ്റെ വളരെ ബഹുമാനനായ സഹോദരൻ, മുതിർന്ന സഹോദരൻ, ബഹുമാനായ ശ്രീ കെ ഭാസ്കരൻ, അദ്ദേഹമാണ് ദീർഘകാലത്തെ സൗഹൃദം എനിക്കുണ്ട്. പ്രത്യേകിച്ചും KPSC-യിൽ ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലം എൻ്റെ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കുകയും പല കാര്യങ്ങളിലും ഇടപെടുകയും മലയാളത്തിലെ മികച്ച നാടകങ്ങൾ പലതും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഓർമ്മകൾ ഞാൻ പങ്കുവയ്ക്കുന്നു. വളരെ ആദരപൂർവ്വം ഞാൻ ഈ പുസ്തകം, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ രചിച്ച ഈ പുസ്തകം അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങിയതായി നിങ്ങളോടൊക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. നമസ്കാരം. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഭാസ്കരൻ സാറിൻ്റെ ഈ പുസ്തകം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സർവകാല സ്പർശിയാണ്. എന്ന് പറഞ്ഞാൽ AD ആദ്യ ശതകം മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള വിഷയങ്ങൾ, അതിൻ്റെ ഒരു തൂവൽ സ്പർശം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ഒരു മലയാളം അധ്യാപകനാണ്, ദീർഘകാലം പഠിപ്പിച്ചു. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഒരു പുസ്തകത്തിലാക്കുക എന്നുള്ളത് സാഹസികമായ ഒരു കാര്യമാണ്. അത് വളരെ സാഹിതീയം, കേരളീയം, മാനവീയം എന്ന തലക്കെട്ടുകളിൽ 3 ഭാഗങ്ങളായി ഈ പുസ്തകം എഴുതുമ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തെയും സാഹിത്യത്തെയും ജീവിതത്തെയും അതുപോലെ സംഘകാലത്തെയും ഇപ്പോഴത്തെ കാലത്ത് വന്നു ചേർന്ന ഈ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു സാംസ്കാരിക പഠനമാണ് ഇത് എന്നുള്ളതാണ്. മലയാള സാഹിത്യത്തെക്കുറിച്ച് നല്ല അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു കൃതി എഴുതാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ മലയാളം സാർ പഠിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ BA എഞ്ചിനീയറിങ്ങിന് പഠിച്ച ആളാണ്. അപ്പോൾ SLC വരെ മലയാളം പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിന് ശേഷം അദ്ദേഹം സ്വന്തമായ പഠനത്തിലൂടെ മനനത്തിലൂടെ ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ കൃതികൾ വേറെയും ഉണ്ട്. ആ കൃതികളെല്ലാം കാണുന്ന ഒരു ഭാഷാപരമായ ലാളിത്യം, ആശയപരമായ ഒരു ദൃഢത, അതുപോലെ ആവിഷ്കരണത്തിലെ ഒരു ചാരുത, ഇതെല്ലാം ചേർന്ന് വരുന്ന ഈ പുസ്തകം മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ഈ കാലത്ത് ഈ സിലബസ് പരിഷ്കരണമൊക്കെ നടന്നുവന്ന ഈ കാലത്ത്, അതുപോലെ മറ്റ് തരത്തിൽ വിദ്യാഭ്യാസം വികേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് മലയാളം പഠിക്കുന്ന, സംസ്കാരം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് സഹായകമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എല്ലാ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.